ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാലേ ആങ്ങളക്കുട്ടി പോവാണ്, ഗൾഫിന് പോവാണ്. അപ്പം അതിൻ്റെ കുറച്ച് പാചകത്തിലും കാര്യത്തിലൊക്കെ ആയിരുന്നു. രാവിലെ ചിക്കനൊക്കെ മേടിച്ചു. പിന്നെ അവൻ്റെ കുറച്ച് പെട്ടിയും സാധനങ്ങളൊക്കെ കുറച്ച് വയ്ക്കാനുണ്ടായിരുന്നു. ചേട്ടനുണ്ട പെട്ടി വിടുന്നത്. അപ്പോൾ അധികം സാധനങ്ങളൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കൊണ്ടുപോകാൻ. ഇപ്രാവശ്യം കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അവന് കുറച്ച് ചിരവ വേണമായിരുന്നു, പിന്നെ കുറച്ച് കുടംപുളി, പിന്നെ അച്ചാർ, ഇഞ്ചിക്കറി, അങ്ങനെയൊക്കെയുള്ള ഐറ്റംസാണ് കേട്ടോ ഇപ്രാവശ്യം കൊണ്ടുപോയത്. അപ്പം അനിയത്തിക്കുട്ടി അവൻ്റെ ബാഗിലേക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് വെക്കാനുള്ളത്. അങ്ങനെ നമ്മളെ പെട്ടിയൊക്കെ കെട്ടി റെഡിയായി. എല്ലാവരും എയർപോർട്ടിൽ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കണ്ട. ആദ്യം ഫസ്റ്റ് എയർപോർട്ടിൽ പോകാൻ വേണ്ടി നിന്നത്. അപ്പം അമ്മയുണ്ടായി, അമ്മൂമ്മ ഉണ്ടായി, ഞാനും അതിൽ ചേട്ടനൊക്കെ ആയിരുന്നു കൂടെ ഉണ്ടായിരുന്നു. ഭയങ്കര വിഷമമായിരുന്നു ഇപ്രാവശ്യം വന്നു പോകുമ്പോൾ. എന്താ പറയുക, നമുക്ക് ആങ്ങളമാരായാലും ഭർത്താക്കന്മാരായാലും വരുമ്പോൾ ഭയങ്കര സന്തോഷം, പോകുമ്പോൾ ഭയങ്കര വിഷമമായിരിക്കുമല്ലോ. ഇത്രയും ദിവസം നമ്മളെ കൂടെ നിന്നിട്ട് സ്പെൻഡ് ചെയ്ത് പോകുമ്പോൾ. ഞങ്ങൾ എയർപോർട്ടിലൊക്കെ എത്തി. അവനും ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. അവന് വെച്ചാൽ പിള്ളേരായിട്ട് അവൻ ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു. അപ്പോൾ പിള്ളേരായിട്ട് പോകുമ്പോൾ അവരെ എന്താ പറയുക, ഭയങ്കര ഒരു ഇതായിരുന്നു, മിസ്സിങ് ആയിരുന്നു അവനെ. ആദ്യം ഭയങ്കര ഇഷ്ടമാണ്. ഏത് നേരം വന്ന് ഉമ്മയ്ക്കലും എന്തോ ഭയങ്കര സങ്കടമായിപ്പോയി ഇപ്രാവശ്യം അവൻ വന്നു പോയപ്പോൾ. 2 മാസം ഉണ്ടായിരുന്നു ഇവിടെ നാട്ടിൽ. അങ്ങനെ അവനെ ബാക്കിൽ കൂടെ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അവൻ പോണ സ്ഥലത്തേക്ക് കയറുന്ന സ്ഥലം വരെ ഇങ്ങനെ ഞങ്ങൾ കൂടെ പോയി. അവനും ഭയങ്കര വിഷമമായിരുന്നു ഇപ്രാവശ്യം. അങ്ങനെ ആകെ വിഷമത്തോടെ ഉണ്ടാ പോണത്. തിരിഞ്ഞു നോക്കണമെന്നുണ്ടായിരുന്നില്ല. തിരിഞ്ഞു നോക്കുമ്പോൾ അവന് കണ്ണൊക്കെ നിറഞ്ഞ് ഭയങ്കര ഫീലിംഗ് ആയിരുന്നു. അവിടെ ചെക്കൗട്ടൊക്കെ ചെയ്യാൻ വേണ്ടി നിൽക്കണം എന്ന് വെച്ചാൽ ഇതൊക്കെ കാണിച്ചു കൊടുക്കണം. ടിക്കറ്റ് കാണിച്ചു കൊടുത്തിട്ട് വേണമല്ലോ കയറാനായിട്ട്. അങ്ങനെ കുറച്ച് നേരം അവനെ നോക്കി നോക്കി ഇങ്ങനെ നിൽക്കായിരുന്നു. നമുക്ക് ഉള്ളിലേക്കൊന്നും അങ്ങനെ കാണാൻ പറ്റില്ല. പിന്നെ നമുക്ക് അവിടെ 100 രൂപ എൻട്രി പാസ് എടുത്താൽ കയറാമെന്ന് അവിടെ ഒരു പെണ്ണെന്ന് പറയുന്നുണ്ടായിരുന്നു. നമുക്കവിടെ അവർ ഇറങ്ങണതും കയറണതൊക്കെ കാണാനായിട്ട് അവിടെ എൻട്രി പാസ് എടുത്ത് കാണാം. അങ്ങനെ അവൻ പോയി. ഒരു വിഷമത്തിലാണ്. ഇങ്ങനെ അമ്മയും അമ്മുള്ള കാരണം അവരൊന്നും ചുറ്റും നടന്ന് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അവർ വന്നുകൊണ്ടിരിക്കുക ബാക്കിൽ വാഷ്റൂമിലൊക്കെ പോയി. അങ്ങനെ ഞങ്ങൾ യാത്രയാക്കി പോന്നു.